ഹായ്, ഞാൻ ഇന്ന് ബീഫിൻ്റെ കരളൊന്നിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പോത്തിൻ്റെ കരൾ നമുക്ക് ഫ്രൈ ആക്കാം. അതിനായിട്ട് ഒരു പോത്തിൻ്റെ കരൾ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. പോത്തിൻ്റെ കരൾ ഞാൻ ഇവിടെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം കളഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ ഉരുളിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് പെരിഞ്ജീരകവും കറുവാപ്പട്ടയും കുരുമുളകും ഗ്രാമ്പും കൂടെ പൊടിച്ചത് ഞാൻ ചേർക്കുന്നുണ്ട്. അതിട്ടൊന്ന് ഇളക്കിയതിന് കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഇതിലേക്ക് 2 സവോള അരിഞ്ഞതും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത് കുറച്ച് നേരം കൂടെ നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. ബീഫിൻ്റെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ബീഫിൻ്റെ കറി തയ്യാറാക്കാം. അതിനായി ഞാനിത് ആദ്യം വേവിച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞായിരുന്നു. അതിനുശേഷമാണ് ഇത് ഉരുളിയിലേക്ക് മാറ്റി ഇങ്ങനെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റിയത്. ഒരു നല്ല അടിപൊളി ബീഫിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഇത് ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.